കുട്ടികളെ മേച്ചടക്കുക വളരെ ടാസ്ക്. ചെക്കൻ ഭയങ്കര വികൃതിയാണ്. ഓവർലോഡായി തോന്നുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഷോപ്പിംഗ് മാത്രമല്ല, ഒരു ഈവനിങ് വ്ളോഗാണ്. അതായത് ഡ്രസ്സ് മേടിക്കാൻ പോണതും, ഏട്ടൻ്റെ കല്യാണമാണെന്ന് ഞാൻ മുന്നത്തെ കുറച്ച് വ്ളോഗുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള ഡ്രസ്സ് മേടിക്കാൻ പോണതും പിന്നെ അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എടപ്പാൾ പോയിട്ടൊക്കെ കാണാം. മായച്ചേച്ചിയും കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. കല്യാണം എടുക്കാറായതിൻ്റെ ഒരുക്കങ്ങളാണ്. ഇതാണ് പീക്കു. ഹലോ പറയൂ. യൂട്യൂബിൽ എല്ലാവർക്കും ഹായ് പറയൂ. ഹായ് പറയൂ. ഹായ്. ഞങ്ങൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് എമിറേറ്റ്സ് മാളിക്കാണ്. കുറേ കാലമായി എമിറേറ്റ്സ് മാളിക്കൊക്കെ വന്നിട്ട്. ഇവിടെ എന്തോ ഇവിടെ എന്ത് കടയിൽ തുടങ്ങി? ഷീമാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഷീമാറ്റി വന്നിട്ടുണ്ട്. അവിടേക്ക് അത് വന്നതിന് ശേഷം ഞാൻ വന്നിട്ടില്ല. അപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾ. എല്ലാം കിട്ടുമോ? ഇങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടോ? ഇങ്ങനെ യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ഇഷ്ടമുണ്ടോ? ഇപ്പൊ കൂടുതലും പേസ്റ്റൽ ഷെയ്ഡിലോട്ട് ഇങ്ങനെയൊക്കെ നോക്കണോ? ഇതൊക്കെ പറഞ്ഞ റേഞ്ചാ. എവിടെ ഹലോ ഗൈസ്, ഫാമിലി മൊത്തം വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഫാമിലി. ഞങ്ങൾ ഡ്രസ്സ് മായച്ചിക്കുള്ള സാരി സെലക്ട് ചെയ്തുകൊണ്ട് ട്രയലാണത്. മായച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് അത്. പിന്നെ ഇഷ്ടപ്പെട്ട സാരി ഞാൻ കാണിച്ചത്. അങ്ങനെ പറ്റുമോ ചേട്ടാ? നമ്മള് പ്ലേറ്റ്സ് എടുക്കുമ്പോഴേ എല്ലാവർക്കും കാണാൻ ഗിഫ്റ്റ് കൊടുത്തിട്ട് ഞങ്ങൾക്കൊന്നും വാങ്ങി തന്നില്ല. അടുത്ത് ഞങ്ങൾ കുട്ടികളുടെ ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുകയാണ്. മായശ്ശ കുട്ടിക്ക്. ചെക്കൻ ഭയങ്കര വികൃതിയാണ്. നോക്ക് നോക്ക്. പിങ്കിക്ക് ഇഷ്ടപ്പെട്ടു. ഈ വൈറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ സാധനത്തിനും ഒടുക്കത്തെ വിലയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അല്ല, ഒരു ഉടുപ്പ് എടുത്ത്. ആ ഉടുപ്പ് ഞാൻ കാണിച്ചു തരാം. കുട്ടികളെ മേച്ചടക്കുക വളരെ ടാസ്ക്. ഈ ഉടുപ്പാണ് മേടിച്ചത്. അതെ, ഇവിടെ ഓടി നടക്കുന്നത് കാണിച്ചു തരാം. ഒരു കുട്ടി ഇവിടെ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല. ഓവർലോഡായി തോന്നുന്നുണ്ട്. ലിഫ്റ്റ് നീങ്ങുന്നില്ല. അങ്ങനെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞു മീൻസ് വിധത്തിൽ കഴിയിച്ച്. ഇവിടെ നല്ല ബഹളമാണ്. ഞങ്ങളിപ്പോൾ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് വിവാഹയിലാണ്. വിവാഹയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സാധാ ചുരിദാർ മേടിച്ചിട്ടുണ്ട്. ഏതാ എടപ്പാളിന്ന് പോരുകയാണ്. വണ്ടി എടുക്കാൻ പോന്നിരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ഓഫ് ഷോപ്പിംഗ് ആണ്. ഇതാ കല്യാണ വീട്ടിൽ കല്യാണപ്പന്തലും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരെ എടപ്പാൾ പോവാണ്. അമ്മയും സോനു ഓൾറെഡി എടപ്പാൾ പോയി. കാരണം അവർ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കാണാൻ വലിയ മൂഡില്ലാത്തതുകൊണ്ട് സിനിമയ്ക്ക് പോയില്ല. അപ്പോൾ ഇപ്പം ഞാൻ എടപ്പാൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ വിളിച്ചിരുന്നു, ഓരോ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയെന്ന്. അപ്പോൾ സെക്കൻഡ് ഡേ ഓഫ് ഷോപ്പിംഗും എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചെറിയൊരു വ്ളോഗൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നമുക്ക് വരെ എടപ്പാളെത്തിയിട്ട് കാണാം. അങ്ങനെ ഞാൻ എടപ്പാളെത്തി. അമ്മ പിരികം ത്രെഡ് ചെയ്തു, സോനുവും പിരികം ത്രെഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ത്രെഡ് ചെയ്യണോ? ചിലപ്പോൾ ചെയ്യും. ത്രെഡ് ചെയ്തിട്ട് കാണാം. അങ്ങനെ എന്താ ത്രെഡ് ചെയ്ത് കഴിഞ്ഞു. ത്രെഡ് ചെയ്ത ആ ഒരു സമയത്ത് എനിക്ക് ഇവിടേക്ക് ഇങ്ങനെ കുരു പൊന്തും. എനിക്ക് ഉണ്ടാവാറുണ്ട്. കുഴപ്പമൊന്നുമില്ല.
ഇനി ഒന്ന് ഇത് യൂസ് ടു ആവണ വരെ ഞാൻ അങ്ങനെ ആലോചിക്കും രസമുണ്ടോ ഇഡ്ഡലി രസമുണ്ടോ അങ്ങനെ. ഫസ്റ്റ് വന്നിരിക്കുന്നത് വെറൈറ്റിക്കാണ്. ഫാൻസി മേടിക്കാണ്ട് കുറച്ചധികം മേടിക്കാനുണ്ട്. കാണിച്ചു ബ്ലൂ തന്നെ ഉള്ളൂ അല്ലേ. അധികം സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ മറ്റേ ഇയറിങ് ചുട്ടിയില്ലേ അത് മേടിച്ചു. പിന്നെ ലിപ് ലൈനർ മേടിക്കാണ്ട്, ലിപ്സ്റ്റിക്കിൻ്റെ, പിന്നെ ഐബ്രോ പെൻസിൽ മേടിക്കാണ്ട്, അധികം സാധനങ്ങൾ ലൈനേഴ്സ് പിന്നെ 11. അപ്പോൾ ഇതാ തിരിച്ച് വീട്ടിലെത്തി. വണ്ടി ഓടിച്ചിട്ട് കണ്ണൊക്കെ ആകെ കലങ്ങി പൊടിയൊക്കെ അടിച്ചിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് മേടിക്കണത്. അപ്പോൾ കേക്ക് മേടിച്ചിട്ടുണ്ട്. അമ്മയുടെ പിറന്നാളാണെന്ന്. അപ്പോൾ ഒരു ചെറിയൊരു സർപ്രൈസ് ഞാനും സോനും മേടിച്ച്. അമ്മ ബസ്സിനാണ് പോകുന്നത്, അതുകൊണ്ട് അമ്മ അറിഞ്ഞിട്ടില്ല. അപ്പം അമ്മ ഇപ്പോൾ പോരണേ ഉള്ളൂ. ഇപ്പോൾ രാത്രി 7 സംതിങ് ആയി സമയം. 7:30 കഴിഞ്ഞു. ഇനി അമ്മ വന്നിട്ട് കേക്ക് മുറിക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പിങ്സും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വ്ളോഗും കല്യാണ വ്ളോഗും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.